ഒരു മകനും പെറ്റമ്മയോട് ഇതുപോലെ ചെയ്യില്ല. പറഞ്ഞു പറ്റിച്ച് നീ എന്നെ നിന്റെ വഴിക്ക് കൊണ്ടുവരാന്ന് വിചാരിച്ചു. അമ്മേ, ഞാൻ മിണ്ടരുത്. കേട്ടിട്ടുണ്ട്, വീട്ടിൽ വേണ്ടതാകുമ്പോ നൊന്തു പ്രസവിച്ച അമ്മയെ തെരുവിൽ ഉപേക്ഷിക്കുന്ന മക്കളെ പറ്റി. പക്ഷെ അതിനും ഈ ചതിയേക്കാൾ അന്തസ്സുണ്ടാവും. നിനക്കെന്നെ വേണ്ടെങ്കിൽ അത് പറഞ്ഞാ മതിയായിരുന്നു. ഇത് വഞ്ചനയല്ലേ? ഒരു ശത്രുവിനോട് പോലും ഇങ്ങനെ ചെയ്യരുത്. പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു? താലി കെട്ടിയ പെണ്ണിനെ തെരുവിൽ ഉപേക്ഷിച്ച് അമ്മയെ സന്തോഷിപ്പിക്കണമായിരുന്നു. ക്ഷമിക്കണം. തെറ്റാണെങ്കിൽ പുറത്ത് മാപ്പാക്കി എന്റെ പെണ്ണിനെ അംഗീകരിക്കണം. അതിന് നിന്റെ അമ്മ മരിക്കണം. പ്രഭാവതി ജീവിച്ചിരുന്നാൽ സാധ്യമാകാത്ത കാര്യത്തെപ്പറ്റിയാണ് നീ ഇപ്പൊ പറഞ്ഞത്. നീ ഭീരുവാടാ, വെറും ഭീരു. നിനക്കൊരു തരി ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ ജാനകിയുടെ വീട്ടിൽ വെച്ച് നീ എന്നോട് പറയുമായിരുന്നു, ഇവള് കൂടെ ഉണ്ടാകും, അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വന്നാ മതിയെന്ന്. അതായിരുന്നടാ ആണത്തം. ഇവളിവിടെ കാണില്ല എന്ന് പറഞ്ഞ് നീ എന്നെ ഇവിടെ വരുത്തി പറ്റിക്കായിരുന്നല്ലേ? നേരെ ചൊവ്വെ പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവാത്തോണ്ടാ ഈ രീതിയിൽ ശ്രമിച്ചത്. അത് പറ്റിക്കലാണെങ്കിൽ പറ്റിക്കൽ, ഭീരുത്വമാണെങ്കിൽ അങ്ങനെ. എനിക്ക് ധൈര്യം കാണിക്കാനുണ്ടായിരുന്നത് ഒറ്റയാളിന്റെ മുന്നിൽ മാത്രമാ. എന്നെ സ്നേഹിച്ച എന്റെ പെണ്ണിനോട്. അവിടെ ഞാൻ 100% ധൈര്യം കാണിച്ചിട്ടുണ്ട്. താലി കെട്ടി ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അതിനപ്പുറം എനിക്ക് എന്റെ ധീരത തെളിയിക്കേണ്ട ആവശ്യമില്ല. അമ്മയുടെ മുമ്പിൽ തോറ്റു വന്നിട്ടുണ്ട് ഞാൻ. ഇനി അങ്ങനെ തന്നെയാ. പക്ഷെ ദേവി അകറ്റി നിർത്തി നന്ദനെ ഇനി പ്രതീക്ഷിക്കരുത്, പ്ലീസ്. ദേവി ഈ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാ അമ്മ വരില്ലെന്നറിയാം. അതുകൊണ്ടാ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നേ. ദേവി ഇല്ലെങ്കിൽ ഈ നന്ദനും ഉണ്ടാവില്ല, തീർച്ച. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ